പലരുടെയും ഒരു സംശയമാണ് ഇൻവെർട്ടർ ബാറ്ററി സിസ്റ്റം കൊണ്ട് കറണ്ട് ബില്ല് കൂടുമോ എന്നുള്ളത്. അതിൽ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ ഇൻവെർട്ടർ ബാറ്ററി സിസ്റ്റം വയ്ക്കുന്നതിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. അതായത് നമ്മൾ നോർമലി KCB സപ്ലൈ ഉള്ളപ്പോൾ അതിൽ നിന്ന് സപ്ലൈ എടുത്തിട്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി എടുത്തിട്ട് ഈ ബാറ്ററി ചാർജ് ആവും. ഈ ബാറ്ററി ചാർജായി ഫുൾ ചാർജ് ആയി കഴിയുമ്പം ആ സപ്ലൈ കട്ടാവും. ദെൻ അതിനുശേഷം എപ്പോഴാണോ KCB പവർ സപ്ലൈ പോകുന്നത് ആ സമയത്ത് ഈ ഇൻവെർട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എമർജൻസി എക്യുപ്മെൻറ്റ്സ് ഈ ബാറ്ററിയിൽ നിന്ന് എടുക്കുന്ന പവർ കൺവേർട്ടഡ് ആയിട്ട് അത് യൂസ് ചെയ്യും. അതിനുശേഷം KCB സപ്ലൈ തിരിച്ചു വന്നു കഴിയുമ്പോൾ എത്രയാണോ ആ ഡിസ്ചാർജ് ആയിപ്പോയത് അത് തിരിച്ച് ചാർജ് ആവും ആ ബാറ്ററിയിലേക്ക്. ഇതാണ് ഒരു ഇൻവെർട്ടർ ബാറ്ററി സിസ്റ്റത്തിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. പക്ഷേ ഈ ബാറ്ററിക്കൊക്കെ എന്തെങ്കിലും ഫോൾട്ട് അല്ലെങ്കിൽ ഫോൾട്ടി ആയിട്ട് ഒരു ബാറ്ററി സിസ്റ്റമാണ് ഉള്ളതെങ്കിൽ അത് തീർച്ചയായിട്ടും ഈ ചാർജിങ് ഡിസ്ചാർജിങ് സൈക്കിളിനെ ബാധിക്കും. അത് നമ്മുടെ KCBയുടെ നമുക്ക് തരുന്ന സപ്ലൈയിൽ നിന്ന് കൂടുതൽ കറണ്ട് ഡ്രോ ചെയ്തുകൊണ്ടിരിക്കും. കാരണം അത് ഓട്ടോമാറ്റിക്കലി കട്ടാകുന്നില്ല. അതിൻ്റെ സ്റ്റോറേജ് അല്ലെങ്കിൽ അതിൻ്റെ ബാറ്ററി പ്രശ്നമാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എനർജി കൺസപ്ഷൻ അല്ലെങ്കിൽ ഒരു എനർജി വേസ്റ്റേജ് ഉണ്ടാവും. അത് നിങ്ങളുടെ കറണ്ട് ബില്ല് കൂട്ടുമെന്നുള്ളതിന് സംശയമില്ല. അത് ഒഴിവാക്കാൻ ചെയ്യേണ്ടത് ഈ ഇൻവെർട്ടർ ബാറ്ററി സിസ്റ്റം പ്രോപ്പറായിട്ട് പീരിയോഡിക്കായിട്ട് ചെക്ക് ചെയ്യുക, മെയിൻ്റനൻസ് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്.